ഞാൻ ഏറ്റെടുത്തു. കുറയ്ക്കില്ലേ, മുട്ടമണി വലുത് തന്നെ വേണം, കുറയ്ക്കാൻ പാടില്ല. നിനക്ക് വേണ്ടെങ്കിൽ ഇങ്ങാൻ നേരെ, പക്ഷെ വൃത്തി ഉണ്ടാവണം. ഞാൻ എടുത്തോണ്ട്. ഷോ മീ ബിജി നമ്പർ പറ, ഞാൻ വരുത്താനില്ല. പോടോ. ലവ്ലി, ക്ലീൻ ആൻഡ് ക്യൂട്ടാണ്. ആണോ? എനിക്ക് കണ്ടാലും ഞാൻ വിശ്വസിക്കും. കാണണം, കാണാണ്ട് ഞാൻ വിശ്വസിക്കില്ല. ഈ മയിലെ പേറിന്ത് മുട്ട തൂക്കിയാണോ എടുക്കുന്നത്? ഞാൻ തൂക്കി നോക്കും, എന്നിട്ട് അങ്ങോട്ട് കാശ് വരും. ഞാൻ അങ്ങോട്ട് കാശ് വരും, സീരിയസ്ലി. ഹായ് ബിച്ചി. ലൗലിക്ക് വേണോ 1 കിലോ മുട്ട, 2 ഇഞ്ച് 10 ഇഞ്ചിൻ്റെ മുട്ട? പൈസ കൊടുക്കണം. 8 ഇഞ്ച് സാധനത്തിന് ഇവിടുത്തെ 300 ദിർഹംസേലും കൊടുക്കണം, എങ്കിൽ തരും. വേണോ? ഞാൻ എന്തായാലും മേടിക്കാൻ തീരുമാനിച്ചു. ഒരു 12 ഇഞ്ചെങ്കിലും 500 ദിർഹംസ് കൊടുത്തിട്ട് 12 ഇഞ്ച് ഇങ്ങോട്ട് മേടിക്കണം. എനിക്ക് ഇപ്പൊ വേണ്ട, എനിക്കിപ്പം വേണ്ട, എനിക്കിപ്പം വേണം. ഐ ട്രൈ ബിജി ഇയർ മെഡിസിൻ. ഓക്കെ, 10 ഇഞ്ച് ക്ലീൻ ആണോ? വേണോ? എത്ര ദിർഹംസ് വേണം ചേട്ടന്? ആണോ? പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് മുട്ടി നിൽക്കല്ലേ. കഥ ചേച്ചി, സന്ദീപേ, നിന്ന് കുരിഞ്ഞു നോക്കിക്കേ, എത്ര ഇഞ്ചൊന്നും നോക്കിയിട്ട് എൻ്റെ ആളെന്ന് പറയണേ. പോ ഇവിടെ നിന്ന്. ആരും ഇതിൽ കൂട്ടില്ല, മുട്ട വിൽക്കാൻ വന്നവർ ക്യൂ നിൽക്കുക. സന്ദീപേ, മുട്ടുമ്പോൾ ആരെയും കാണാറില്ല, അത് ബാത്റൂമിൽ പോയിക്കോ. എന്നോട് പറയണ എന്തിനാ? 4 ഇഞ്ച് വേണോ? ശരി, 8 5 ഇഞ്ചുണ്ട് ഉണ്ട്. നിനക്ക് അപ്പം എത്ര വേണം? പക്ഷെ മുടി വളരാൻ പാടില്ല. മുടി ഉണ്ടാ? മുടി എനിക്ക് വേണ്ട. ചേ, മുകളിൽ കയറി അടിക്കാൻ പറ്റുമോ? ഓർമ്മിപ്പിക്കല്ലേടാ. ഷോ, എനിക്ക് വയ്യ. ഹലോ ക്യൂട്ട്. അവിടെ കാട് വെട്ടിയോ? ഇല്ല, ഞാൻ കാട് വെട്ടിയില്ല, ഞാൻ കാട് വളർത്തി വെച്ചിരിക്കട്ടാ. റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വെച്ചു. ദേനാ, ഒരു റബ്ബർ ബാൻഡ് വെച്ച് കെട്ടി വെച്ചേക്കാ. കാരണം ജെട്ടി ഇടുമ്പളേ കുളത്തി പിടിക്കുന്നില്ല. പാനിന്റെ ഉള്ളിൽ കുളത്തിൻ്റെ മുടി മെയിൻ നോക്ക് അരഞ്ഞു പോയി. കാൽ വിരിച്ച് പൊക്കി കയറ്റിയാലോ? പൊളിക്കും. അവിടെ കഷണ്ടിയാണ്. ആണോ? ഒന്ന് പിന്നെ കുഴപ്പമില്ല. കൊക്കാളി ഇഷ്ടമാണോ? കോക്കാളിയോ? എന്താ കോക്കാളി? ഐഡോ കോക്കാളി. ഈ കളിക്ക് കോക്കാളി എന്നൊക്കെ പേരുണ്ട്. എന്താ ഈ കോക്കാളി? എന്തെന്നാ സെക്സ് ചെയ്യുമ്പോ കോക്കാളി ഉണ്ട്? അതെന്താ കോക്കാളി? പുതിയതായിട്ട് കേൾക്കുക. കോൽക്കളി ജാസി ബെസ്റ്റ്. കടക്കട പുറത്ത് ജാസിയെ കുറിച്ചുകൂടെ കുറ്റം പറയാൻ പാടില്ല. ഓക്കെ, മൈ ഉയിര്. ഓക്കെ, മൈൻഡ് യുവർ വേർഡ്സ്. ലിപ് കിസ് നടക്കുമോ? ലിപ് കിസ് തന്നെ വേണോ എൻ്റെ മുത്തിന്? അതൊക്കെ മേലെ നടക്കും. ഹായ്. അടിക്കുമ്പോൾ പ്ലക്ക് സൗണ്ട് കേൾക്കാതിരിക്കാൻ വഴിയുണ്ടോ? അത് ഓഫ്കോഴ്സ് ഉണ്ട്. അത് 2 കാല് കവച്ച് വെച്ചിട്ട് അടിച്ചാൽ മതി. നമ്മൾ എനിക്ക് ഇഷ്ടം കാല് കവയ്ക്കണത് എനിക്കിഷ്ടമല്ല. എനിക്ക് കാല് കൂട്ടി പിടിച്ച് ഇറുകി അടിക്കണതാണ് എനിക്കിഷ്ടം. അത് നല്ലൊരു സുഖം. അപ്പൊ നമ്മൾ എന്താക്കണം? 2 കൈ ആണുങ്ങൾ കുത്തിയിട്ട് അടിക്കണം. അപ്പൊ പ്ലക്ക് പ്ലക്ക് എന്ന് കേൾക്കത്തില്ല. 2 കാല് കവച്ച് വയ്ക്കുമ്പം അവന്മാര് ഇങ്ങനെ കൈ കുത്തി അടിക്കുമ്പം അവർ ഈ തൊട ഒന്ന് നമ്മുടെ വയറ്റത്തോ ഇവിടെ ഒന്ന് ഇരിക്കുമ്പോഴാണ് ഈ പ്ലക്ക് 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 എന്ന് കേൾക്കുക. ഓക്കെ, അങ്ങനെ കേൾക്കാതിരിക്കാൻ കാല് കവച്ച് വെച്ച് കൊടുക്കരുത്. കാല് കൂട്ടി പിടിക്കുക. അതായത് സാധനം ഇങ്ങനെ കയറുമ്പം കാല് കൂട്ടി പിടിക്കുമ്പോൾ അത് വല്ലാത്തൊരു സുഖമാണ്. കവച്ച് വെക്കത്തേക്കാളും നല്ലത് കൂട്ടി പിടിക്കുമ്പോഴാണ്. ഒന്ന് ട്രൈ ചെയ്യും. കൂട്ടി പിടിക്കുമ്പോൾ ഒരിക്കലും പ്ലക്ക് പ്ലക്ക് സൗണ്ട് കേൾക്കൂല കേട്ടാ. പക്ഷെ അതിന് ഇരട്ടി സുഖം കിട്ടും. കവച്ച് വെച്ചു കൊടുക്കരുത്. കവച്ച സൗണ്ട് പ്ലക്ക് 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 കേൾക്കും. അങ്ങനെ കുനിഞ്ഞ് നടിച്ചാലും പ്ലക്ക് പ്ലക്ക് എന്ന് കേൾക്കും കേട്ടാ. അതിന് 2 ലിറ്റർ വെള്ളം കുടിച്ചിട്ട് ചെയ്താൽ മതി, കുറയും. താൻ ടൈം കുറയ്ക്കാൻ എന്താ വഴി?
ടൈം കുറയ്ക്കാൻ, ടൈം കൂടാനോ ടൈം കുറയ്ക്കാനോ, ഡെയിലി ടൈം കുറയ്ക്കാൻ. നിനക്ക് 1 മണിക്കൂർ കിട്ടുന്ന ടൈം ഇതാ നേരത്തെ ആക്കണോ, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എനിക്ക് അതിനെക്കുറിച്ച് പാഠം ഞാൻ നാളെ പഠിച്ചിട്ട് ഞാൻ പറയാം. നാളെ അതിനെക്കുറിച്ചൊന്ന് ഞാനൊന്ന് പഠിച്ചു നോക്കട്ടെ. പഠിച്ചിട്ട് ഞാൻ നാളെ പറയാം. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. എനിക്ക് ടൈമിംഗ് ഉള്ള ചെക്കന്മാർ ടൈമിംഗ് കൂട്ടാൻ അറിയാം, പക്ഷെ ടൈമിംഗ് ഉള്ളത് കുറയ്ക്കാൻ അറിയില്ല. അതിനെ ഞാൻ നാളെ ക്ലാസ് ഒന്ന് പഠിച്ചിട്ട് ഞാൻ ഇന്ന് രാത്രി പറയാം. ഇന്ന് നൈറ്റ് ഞാൻ നോക്കട്ടെ. ഓക്കെ, നൈറ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടാ. എന്താണ് ടൈമിംഗ് കുറയ്ക്കാൻ 1 മണിക്കൂറുള്ള സാധനം. ഫോണിൻ്റെ എല്ലാം പോയി റെഡിയാക്കി. ഞാൻ പഠിച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്തിട്ട് ഞാൻ പറയാം. ഓക്കെ, ടൈം കൂട്ടാൻ എന്താ വഴി? ടൈം കൂട്ടാനാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി കഴിച്ചാൽ മതി കേട്ടോ. വെളുത്തുള്ളി, പച്ചമുളക് കഴിക്കരുത്. ഇന്ന് കളിയുണ്ടോ? ഇപ്പൊ വരും, ഇതിന്റെ തന്ത വരും പൊന്തിച്ചോണ്ട്. ക്ലീൻ ആണോ, വായിലിട്ട് തരുമോ? രാഹുല്, ക്ലീൻ ആണോ, വായിലിട്ട് തരുമോ? നിന്റെ അവിഞ്ഞ കൂടോ? നിനക്ക് ശേഷി ഉണ്ടോ? വായിലിടാനുള്ള ശേഷി ഉണ്ടോ? എപ്പോഴും തളർന്നെടുക്കാനുള്ള രാഹുലേ. നിന്റെ സാമാനം പൊന്തുന്നേ ഇല്ല, അതെങ്ങനെയാണ് വായിലിടുക? ആദ്യം അതിനെ എഴുന്നേപ്പിക്കാൻ പഠിച്ചിട്ട് വാ. തളർന്നെടുക്കുന്ന സാധനം എങ്ങനെയാണ് ഞാൻ വായിലിടുന്നേ? അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ? എപ്പോഴും തളർന്നാ എടുക്കുന്നത്, ചത്ത ശവം പോലെ. ആദ്യം അതിനെ പോയിട്ട് ഒന്ന് നേരെയാക്കിയിട്ട് വാ, മരുന്നൊക്കെ കഴിച്ച്. എന്നിട്ട് വായിലിടണോ ഇല്ലയോ നമുക്ക് ആലോചിക്കാം. ഓക്കെ, ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല മേലെ എപ്പോഴും തളർന്ന് കിടക്കുന്നത്. ആദ്യം ഒന്ന് ഉഷാറാക്കി പോയിട്ട്, എന്നിട്ട് ഇത് എൻ്റെ അടുത്ത് വാ, എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഹലോ ബ്യൂട്ടിഫുൾ ബേബി. നിന്റെ കൈ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് എപ്പോഴും പൊന്തണിയിൽ എത്ര ശ്രമിച്ചിട്ടും. ആദ്യം പൊന്തിച്ചിട്ട് വാ, എന്നിട്ട് നോക്കാം കേട്ടാ. പൊന്തിച്ചിട്ട് എന്നോട് പറയണം വിജയിച്ച് എന്നെ പൊന്തിയെന്ന്. ആർ യു അവൈലബിൾ ഇൻ അബുദാബി നോ ദുബായ്? നമ്പർ തരുമോ? നമ്പറോ എന്തിനാ? ഇവിടെ ഓരോരുത്തർക്കും ഓരോ സംശയം കേട്ടോ. എങ്ങനെ ടൈമിങ് കൂട്ടുക? വീക്കെൻഡ് അല്ല, ഞാൻ എവിടെ പോയിരുന്നു? ഇന്നലെ വീട്ടില്. ശനിയാഴ്ച എവിടെ പോയി കഴിഞ്ഞു? ശനിയാഴ്ച കള്ളില്ല, ഇനി കഞ്ചാവ് ഒളിപ്പോ മൈരി. നമ്പർ വിവേട്ട, ഈ രാഹുവിന് ഭയങ്കര സംശയം. അവന് സാധനം പൊന്തനില്ല, 24 hours താന്ന് എടുക്കുക. അതിന് വല്ല ടിപ്പുണ്ടോ? ബിജി കമന്റ് നോക്കിയില്ല, കമന്റ് വരുന്നില്ല. മന്ത് എൻഡ് ആയ കാരണം ഫുൾ ബിസിയാണ്. ഇപ്പൊ ഓക്കെ ആയില്ലേ? അവനെ പിടിച്ച് ബ്ലോക്ക് അടിക്കും. ആവശ്യമില്ലാത്ത മെഡിസിന്റെ പേര് ഇവിടെ പറഞ്ഞാൽ ഞാൻ ബ്ലോക്ക് അടിക്കും. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാനോ അങ്ങനത്തെ ടോപ്പിക്ക് സംസാരിക്കാനോ എനിക്ക് താല്പര്യമില്ല. ഇപ്പൊ ഓക്കെ ആയില്ലേ? അല്ല, ഓണായിട്ട് ഇപ്പൊ എന്ത് വിവിയേട്ടാ? ഓണത്തിന് ഈ ഞായറാഴ്ച മാത്രമല്ലേ വിവിയാണ്ട് ലീവ് ഉള്ളൂ? ഇവിടെ ആരോ ടിക്ടോക്കിൽ പറയണ കേട്ടു ഓണത്തിന് 4 ദിവസം ലീവ് ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഉണ്ടാ? ഇല്ലല്ലോ. ബ്ലോക്ക് ആക്കിയാൽ കാണാം, ഒന്ന് പോടോ. ഇവിടുത്തെ ആവശ്യമില്ലാത്ത വേർഡ്സ് ഉപയോഗിച്ച് ആരെയാണെങ്കിൽ ഞാൻ ബ്ലോക്ക് അടിക്കും. എൻ്റെ ലൈവിൽ അങ്ങനത്തെ ചർച്ച വേണ്ട. എനിക്ക് വേറെ എഴുതും പറയാൻറ്റോ, ഞാൻ പറഞ്ഞു തരും. തുമാര പൈസ എൻ്റെ വിവിയോട്ടോ. ഞാൻ അജ്മാൻ്റെ എന്തിങ്ങനെ തോക്കുന്നത്? എനിക്കറിയില്ല. ഞാൻ നാളത്തോട്ട് സാരി കേട്ടോ.